ഹലോ ഗൈസ്, വെൽക്കം ടു ടെക്നിക്കൽ ലിബിൻ. ഇന്ന് ഞാൻ ഈ വീഡിയോയുടെ മെയിൻ ടോപ്പിക്കായിട്ടിരിക്കുന്നത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ വരുന്ന മെയിൻ പാർട്സുകളെ കുറിച്ചൊരു വീഡിയോ ആണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു കമ്പ്യൂട്ടറിൽ ചെറിയ ഫോൾട്ട് വന്നാൽ അത് ശരിയാക്കാൻ നിങ്ങൾക്കത് പറ്റും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് പവർ സപ്ലൈ കുറിച്ചാണ്. പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ SMP. ഇത് 230 വാട്ടിൻ്റെയാണ്. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് പവർ കൊടുക്കുന്നത്, പവർ എടുക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ പവറിൻ്റെ കാര്യങ്ങൾ വരികയാണെങ്കിൽ പിന്നെ കംപ്ലൈൻറ്റ് വേണമെങ്കിൽ ഇതാദ്യം നമ്മൾ റീപ്ലേസ് ചെയ്താൽ മതി. ഇതിൽ പല കണക്റ്റേഴ്സ് ഉണ്ട്. കണക്റ്റേഴ്സിനെ വെച്ച് ഞാൻ പറയുന്നത്, ഇതിൽ വരുന്ന ഈ മദർ ബോർഡിൻ്റെ കൂടെ കണക്ട് ചെയ്തിരിക്കുന്നത് 20 പിൻ കണക്റ്റർ കാണുന്നുണ്ടോ അറിയാം. ഈ സ്റ്റിക്ക് കൂടിയ വയറ് ഏറ്റവും 20 വയേഴ്സ് വരുന്ന ഒരു കണക്ടറാണ്. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിലേക്ക് പവർ കൊടുക്കാൻ ഉപയോഗിക്കുന്ന കണക്ടറാണ്. അപ്പം ഈ കാണുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഡിസ്പ്ലേ GPU അല്ലെങ്കിൽ ഗ്രാഫിക് കാർഡ് ഉണ്ടെങ്കിൽ അതിലേക്ക് പവർ കൊടുക്കാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ മദർ ബോർഡിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതുപോലെ തന്നെ ധാരാളം പവർ കോഡുകൾ വരുന്നുണ്ട്. എക്സാമ്പിൾ ഇത് നമ്മുടെ സാറ്റ ഹാർഡ് ഡിസ്കുകൾക്കൊക്കെ പവർ ഉപയോഗിക്കേണ്ടതാണ്. ഒപ്പം ഇതുപോലത്തെ കണക്ടേഴ്സ് ഉണ്ട്. പഴയ ടൈപ്പ് CD ഡ്രൈവ്സിനൊക്കെ പവർ ഫ്ലോപ്പി ഡ്രൈവ്സിനൊക്കെ പവർ ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പോൾ ഇത് ഉപയോഗിക്കാറില്ല, റീപ്ലേസ് ചെയ്തു. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് മദർ ബോർഡിനെ കുറിച്ചാണ്. മദർ ബോർഡിനാണ് നമ്മുടെ മെയിൻ പാർട്ട് കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ. ഇതിലാണ് നമ്മുടെ പ്രോസസ്സർ, പിന്നെ നമ്മുടെ റാം പിന്നെ നമ്മുടെ അഡീഷണൽ ഡ്രൈവേഴ്സ്. ഇപ്പോൾ ഞെട്ടുള്ള PCI പോർട്ടാണ്. PCI പോർട്ടാണ് ഇപ്പോൾ അഡീഷണൽ ഡ്രൈവേഴ്സ്. എക്സാമ്പിൾ ഗ്രാഫിക്സ് കാർഡ്, പിന്നെ ഓഡിയോ കാർഡ്, പിന്നെ ഇത് മറ്റേ അഡീഷണൽ എല്ലാ ഡ്രൈവേഴ്സ് വയർലെസ് ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. PCS ഫ്ലോട്ട് തന്നെയാണ്. ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷേ ഇതിൽ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഇൻബോർഡ് ഡിസ്പ്ലേ ആണ് ഉപയോഗിക്കുന്നത്, ഇൻബോർഡ് സൗണ്ടും. നെക്സ്റ്റ് പറയുമ്പോൾ ഞാൻ ഒരു പ്രോസസ്സറിൻ്റെ കാര്യം കാണിച്ചാൽ, പ്രോസസ്സറിന് ഇപ്പോൾ ഫാൻ വെച്ച് അടച്ചേക്കാണ്. ഫാൻ ഇരുന്ന ഞങ്ങൾക്കൊരു പ്രോസസ്സർ ഡയറക്റ്റ് കാണിച്ചു തരാൻ പോകണം. ഇത് വേറൊരു മദർ ബോർഡാണ്. ഇത് അസൂസിൻ്റെ AMD പ്രോസസ്സറാണ്. ഇത് മറ്റേ സ്റ്റെയിൻഡലാണ്. ഇത് മദർ ബോർഡ് പ്രോസസ്സർ വയ്ക്കാനായിട്ട് ജസ്റ്റ് തുറക്കാനായിട്ട് നമ്മൾ ഈ ക്ലിപ്പ് അറ്റാച്ച്മെൻറ്റ് മാറ്റാനായിട്ട് പ്രോസസ്സർ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാനാണ്. പ്രോസസ്സർ എങ്ങനെയാണ് നല്ല ഒരു ഇതാണ് പ്രോസസ്സറിൻ്റെ സോക്കറ്റുകൾ. ഇതൊരു AMD പ്രോസസ്സറാണ്, റൈസൻ സീരീസാണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് ആ വീഡിയോ ഫുള്ള് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് നമ്മുടെ പവർ SMS 20 പിൻ കണക്ടേഴ്സ് പവർ കൊടുക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് റാം സ്ലോട്ടാണ്. 2 GB റാമാണ്. ഇത് ബോർഡ് സപ്പോർട്ട് ചെയ്യേണ്ട DDR3 റാമിൻ്റെ സപ്പോർട്ടബിളാണ്. ഇത് ഞാൻ ബാറ്ററി COMS ബാറ്ററി സ്ലോട്ടാണ്. ഇതിലാണ് നമ്മുടെ ബയോസും പിന്നെ നമ്മുടെ ഡേറ്റ് ആൻഡ് ടൈം സെറ്റ് ആവുന്നുണ്ട്. ഇത് ഞാൻ പറയുന്ന സ്ലോട്ടുകളെ കുറിച്ചാണ്. സ്ലോട്ട് കുത്തുന്നത് ഏതൊക്കെയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, ഇത് SMS നമ്പർ. ഇതിലേക്കാണ് നമ്മൾ പവർ കൊടുക്കേണ്ടത്. മെയിൻ പവർ കോഡ് ഇവിടെയാണ് കണക്ട് ചെയ്യുക. പിന്നെ ഇതൊരു SMS കൂളിംഗ് ഫാനാണ്. നിങ്ങൾ വല്ല പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സിസ്റ്റം ഓൺ ആക്കുമ്പോൾ ഈ ഫാൻ കറങ്ങുന്നുണ്ടോ നോക്കാം, വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ. നെക്സ്റ്റിലേക്ക് വരണം. ഈ പർപ്പിളായിട്ടുള്ള കണക്ടറാണ് PS2 കീബോർഡുകൾക്ക് വേണ്ടിയുള്ള കണക്റ്റേഴ്സാണിത്. PS2 മൗസ് ലൈറ്റ് ഗ്രീൻ. ഇത് പഴയ പ്രിൻറ്റേഴ്സ് കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യാൻ ഉപയോഗിച്ചാറുള്ളതാണ്. നിങ്ങൾ ഇങ്ക്ജെറ്റ് പ്രിൻറ്റേഴ്സൊക്കെ ഇത് വെച്ചാണ് കണക്ട് ചെയ്യാറുള്ളത്. ഇത് ഇപ്പോൾ അഡീഷണൽ പഴയ TV കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യാൻ ഉപയോഗിച്ചാറുള്ളത്. ഈ കാണുന്ന സ്ലോട്ട് ഇത് നമ്മുടെ ഇൻബോർഡ് VGA കണക്ടർ ആണ്. നിങ്ങൾ ഗ്രാഫിക് കാർഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇവിടെ നിന്ന് ഈ ഭാഗം തുറന്ന് നിങ്ങൾക്ക് ഗ്രാഫിക്സ് കാർഡ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കണക്ട് ചെയ്യുന്നത് തന്നെ ഒരു HDMI ഉണ്ടാവും. നിങ്ങൾക്കറിയാം USB 2.0, ഇത് USB 3.0. ഇത് ലാൻഡ് കണക്ടർ. ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻ്റർനെറ്റ് കൊടുക്കുന്നത്, കേബിൾ വഴിച്ച് ഇൻ്റർനെറ്റ് കൊടുക്കുന്നത്.
ഓക്കെ, നമുക്കപ്പോൾ ഓഡിയോ ഇത് മൈക്ക് അറ്റാച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഈ സ്പീക്കർ ഇത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വല്ല ഇൻപുട്ട് സോഴ്സ് വല്ലതും കൊടുക്കുന്ന സൗണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വേറൊരു DVD പ്ലെയർ നോക്കി നിങ്ങൾക്ക് DVD പ്ലെയറിൻ്റെ സൗണ്ട് ഇതിലേക്ക് കൊടുക്കണം കമ്പ്യൂട്ടറിലേക്ക്. അതിന് ഉപയോഗിക്കുന്ന പോർട്ടാണിത്. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് സാറ്റ പോർട്ടിനെ കുറിച്ചാണ്. സാറ്റ പോർട്ടിന് വന്നു കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇതാണ് സാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ. ഇതാണ് സാറ്റ കണക്ടർ. ഇത് ഇപ്പോഴത്തെ ഹാർഡ് ഡിസ്കുകളും CD കാര്യങ്ങളൊക്കെ ഇതും ഔട്ട് ഓഫ് ഫാഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനേക്കാളും കുറച്ചുകൂടി ഫാസ്റ്റ് കേബിൾസ് ഉണ്ട്. പിന്നത്തെ ഉണ്ട് ഞാൻ കാണിച്ചു. പിന്നെ ഇതാണ് COMS ബാറ്ററി. ഒരു നമ്മുടെ കോയിൻ ബാറ്ററി ഇല്ലേ, കാൽക്കുലേറ്ററിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് COMS ബാറ്ററി. ഇത് നമ്മൾ ഡേറ്റ് ഉണ്ടായാലും സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഇങ്ങനത്തെ കണക്ടേഴ്സ്. ഇതിപ്പോൾ ഇതുപോലത്തെ കണക്ടേഴ്സ്. ഇത് നമ്മുടെ അഡീഷണൽ വല്ല ഞാൻ നേരത്തെ കാണിച്ചിരുന്ന പോലത്തെ ഇതുപോലത്തെ കേബിളുകൾ കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യാൻ ഉപയോഗിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്പെൻഡ് ചെയ്യാൻ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ കണക്ടേഴ്സ് ഉപയോഗിക്കാം. കാര്യങ്ങൾ നിങ്ങൾക്ക് സിസ്റ്റത്തിൽ വല്ല ഫോൾട്ട് കാര്യങ്ങൾ വരാണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് ഞാൻ പറഞ്ഞു തന്നു. പവർ വേരിയേഷൻ വരണമെങ്കിൽ SMPS മാറ്റാം. ഇപ്പം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ ഡിസ്പ്ലേ പറഞ്ഞില്ലേ, ഡിസ്പ്ലേ വരാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ റാം സ്റ്റിക്ക് ഇത് നമ്മൾ ജസ്റ്റ് ഊരിയിട്ട് നമ്മൾ ജസ്റ്റ് ബ്രഷ് വെച്ച് നനയ്ക്കാതെ ഡ്രൈ ബ്രഷ് വെച്ച് തുടയ്ക്കുക. അത് കാർബൺ പറ്റി പിടിക്കുമ്പോൾ വരുന്ന പ്രശ്നമാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഡിസ്പ്ലേ ശരിയായിക്കോളും. നെക്സ്റ്റ് ഹാർഡ് ഡിസ്ക്കാണിത്. ഹാർഡ് ഡിസ്ക് പഴയ മോഡലാണ്, സാറ്റയാണ്. ഇത് ജമ്പർ കോൺഫിഗറേഷൻ വയറാണ്. ഇതിപ്പോൾ ഉപയോഗിക്കാനുള്ള ജമ്പർ കോൺഫിഗറേഷൻ ആയിട്ട് ഉപയോഗിക്കാത്ത മോഡലാണ്. താങ്ക് യു ഗൈസ്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്